നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഓണവിപണി സജീവമായി. പൂവിപണിയിൽ പൂക്കളുടെ വസന്തം. മണർകാട് ആത്മ ഫെസ്റ്റിൽ തിരക്കേറി. പാലായിൽ വർണ്ണശബള ഘോഷയാത്ര. തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായി കുമാരനെല്ലൂരിൽ നിന്നും തോണി പുറപ്പെട്ടു. ഉത്രാടം നാളിൽ കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിൽ പങ്കുചേരും. പാരമ്പര്യ വഴിയിൽ തോണിയാത്ര നടത്തിയത് മങ്ങാട്ടില്ലത്തെ ഇളം തലമുറ. ഓണസമ്മാനമായി കോട്ടയം മെഡിക്കൽ കോളേജ് ഭൂഗർഭപാത നാടിന് സമർപ്പിക്കും. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയതായി മന്ത്രി വി.എൻ. വാസവൻ. വാർത്തകൾ വിശദമായി. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയതായി മന്ത്രി വി.എൻ. വാസവൻ. ഓണസമ്മാനമായി കോട്ടയത്തെ ഭൂഗർഭപാതയും നീണ്ടൂർ കുറുപ്പുന്തറ റോഡും നാടിന് സമർപ്പിക്കുമെന്നും വി.എൻ. വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് മന്ത്രിസഭയോഗം അനുമതി നൽകിയതായി സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. കിഫ്ബി മുഖാന്തരം 73,38,86,788 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന അതിരമ്പുഴ, കാണക്കാരി പഞ്ചായത്ത് സമീപ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി. ഓണസമ്മാനമായി മെഡിക്കൽ കോളേജിലെ ഭൂഗർഭപാതയും നീണ്ടൂർ കുറുപ്പുന്തറ റോഡ് നാടിന് സമർപ്പിക്കുമെന്നും വി.എൻ. വാസവൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 93.225 കോടിയുടെ കുടിവെള്ള പദ്ധതിയാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി എന്ന രൂപത്തിൽ കിഫ്ബി പ്രോജക്റ്റ് അംഗീകരിച്ചത്. ഇത് 2 വർക്കുകളായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇതിന്റെ ഒന്നാം ഘട്ടം പദ്ധതി 35 മീറ്റർ പൈപ്പിട്ട് പൂർത്തീകരിച്ച് ടാങ്കുകളും ചിലത് വന്നു കഴിഞ്ഞിരിക്കും. ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വിപുലമായ പദ്ധതിയാണ്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മുഴുവനും, കാണക്കാരി പഞ്ചായത്ത് അടുത്തുരുത്തി മണ്ഡലത്തിലെ, അതോടൊപ്പം തന്നെ അതിരമ്പുഴ പഞ്ചായത്ത് ഏറ്റുമാനൂർ മണ്ഡലം, അയ്മനം, ആപ്പൂക്കര, നീണ്ടൂർ ഈ പഞ്ചായത്തുകളെല്ലാം കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ 2 ഘട്ടങ്ങളിലായി നിശ്ചയിച്ച പദ്ധതിക്കാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ 93.22 കോടി രൂപ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങൾ സമർപ്പിക്കാൻ മങ്ങാട്ട് ഭട്ടതിരി കുമാരനെല്ലൂരിൽ നിന്നും അകമ്പടി തോണിയിൽ യാത്ര തിരിച്ചു. മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണൻ ഭട്ടതിരിയാണ് ഇത്തവണ ആറന്മുളയ്ക്ക് പോയത്. തിരുവാറന്മുളയപ്പന് ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങളുമായി കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്നും തോണിയാത്ര ആരംഭിച്ചു. മങ്ങാട്ടില്ലത്ത് എം.എൻ. അനൂപ് നാരായണ ഭട്ടതിരിയാണ് തിരുവോണ വിഭവങ്ങളുമായി ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെട്ടത്. പാരമ്പര്യ വഴിയിൽ ഇത്തവണ തോണിയാത്ര നടത്തുന്നത് മങ്ങാട്ടില്ലത്തെ ഇളം തലമുറയാണ്. 4 വർഷമായി തോണിയാത്ര നടത്തിവന്ന രവീന്ദ്രബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് ഇളം തലമുറയിലെ അനൂപ് നാരായണ ഭട്ടതിരി തോണിയാത്ര നടത്തുന്നത്. ചിക്കാഗോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അനൂപ് നാരായണ ഭട്ടതിരി. അനൂപ് ഭട്ടതിരിയുടെ പിതാവ് നാരായണ ഭട്ടതിരിയാണ് 2 പതിറ്റാണ്ടായി തോണിയാത്ര നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ കാലശേഷം അനുജൻ രവീന്ദ്രബാബു ഭട്ടതിരി തോണിയാത്ര തുടങ്ങി. ചുരുളൻ വള്ളത്തിലാണ് യാത്ര. 3 പ്രധാന നദികളും തോടുകളും 3 രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര നടത്തുന്നത്. കാട്ടൂരിലെത്തിയ ശേഷമാണ് തിരുവോണത്തോണിയിലേക്ക് യാത്ര മാറ്റുന്നത്. ഉത്രാടം നാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി തിരുവോണത്തോണിയിലേറും. പള്ളിയോടങ്ങൾ അകമ്പടിയാകുകയും ചെയ്യും. തിരുവോണനാളായ 15-ാം തീയതി പുലർച്ചെ ആറന്മുള കടവിലെത്തും. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും ഓണവിഭവങ്ങളും ഭഗവാന് മുൻപിൽ സമർപ്പിക്കും. തോണിയാത്ര നിയോഗമാണെന്ന് അനൂപ് ഭട്ടതിരി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിലുള്ളതാണ്. ഒരു ദിവസം പോലും നമ്മൾ തിരുവാറന്മുളയപ്പനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല. അപ്പം എവിടെയാണെങ്കിലും ഈ ഒരു ദിവസം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യും. അപ്പം മുത്തശ്ശൻ്റെ കാലം തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മുത്തശ്ശൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ അനിയൻ്റെ ആണെങ്കിലും എല്ലാം ഞങ്ങളെല്ലാവരും തന്നെ, കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എത്തുകയും ഇതിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല. അപ്പം മൂലം ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടാകുക. കാരണവർ ആറന്മുള അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവോണം എന്ന് പറയാനായിട്ടില്ല. അപ്പം മൂലം ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എല്ലാവരും തന്നെ ഇതിലേക്ക് തലേദിവസം തന്നെ എത്തിച്ചേരുകയും ആഘോഷപൂർവ്വം തോണിയിൽ യാത്ര ചെയ്യുന്നയാളെ യാത്രയപ്പ് കൊടുക്കുകയും ചെയ്യും. ദേശവാസികളടക്കം എല്ലാവരും വരികയും
കാട്ടൂരിലെ താമസക്കാരായിരുന്നു മങ്ങാട്ട് കുടുംബം. തിരുവോണനാളിൽ ഇല്ലത്തെ മുതിർന്ന ഭട്ടതിരി ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചൂട്ട് നടത്തിയിരുന്നു. ഒരു വർഷം ആരും എത്തിയില്ല. സങ്കടം കൊണ്ട് തിരുവാറന്മുളയപ്പനെ ഭജിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ ഇല്ലത്തെത്തി. ബ്രാഹ്മണന് ഭട്ടതിരി കാൽ കഴുകിച്ചൂട്ട് നടത്തി. അതിനുശേഷം കുമാരനെല്ലൂരിലേക്ക് മങ്ങാട്ടില്ലക്കാർ പോന്നു. പിന്നീട് വർഷം തോറും ഓണവിഭവങ്ങളുമായി കാർണവർ തോണിയിൽ ആറന്മുളയ്ക്ക് യാത്ര ആരംഭിച്ചു എന്നതാണ് തിരുവോണത്തോണിയുടെ ഐതിഹ്യം. കുമാരനെല്ലൂരിലെ മങ്ങാട്ടുകടവിൽ നിന്നും നാട്ടുകാർ ഭട്ടതിരിക്ക് യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊന്നോണത്തിന് 2 നാൾ മാത്രം ശേഷിക്കെ വിപണിയിൽ പൂക്കളുടെ വസന്തം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി വിൽപ്പനയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ ചുരുക്കിയതും പൂവിപണിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളുമായി പൊന്നോണം എത്താൻ 2 ദിനം മാത്രം ശേഷിക്കെ വിപണിയിൽ പൂക്കളുടെ വർണ്ണവസന്തം. വാടാമുല്ല, ചെണ്ടുമല്ലി, അരളി, മുല്ലപ്പൂ, റോസ്, പിച്ചി തുടങ്ങിയ പൂക്കളാണ് എവിടെയും. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. തെങ്കാശി, കോയമ്പത്തൂർ, മധുര, തോവാള, ബംഗളൂരു തുടങ്ങിയിടങ്ങളിലെ പൂപ്പാടങ്ങളിൽ നിന്നുമാണ് കോട്ടയം ജില്ലയിൽ കൂടുതലായി പൂക്കൾ എത്തുന്നത്. റോസ കിലോയ്ക്ക് 200, ജമന്തി 150, വാടാമല്ലി 200, അരളി 150 എന്നിങ്ങനെ പോകുന്നു വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടം നന്നേ കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. അതിനാൽ വിലയും കുറഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലബ്ബുകളും മറ്റും ആഘോഷ പരിപാടികൾ വെട്ടിക്കുറച്ചത് പൂക്കളുടെ വിൽപ്പന കുറച്ചു. കൂടാതെ തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി വ്യാപാരികൾ കൂട്ടിച്ചേർത്തു. കച്ചവടം കുറവാണ്. കച്ചവടം നമ്മുടെ എല്ലാവർക്കും ദുഃഖമുണ്ട്. ജനങ്ങള് നമ്മുടെ കച്ചവടത്തെ തന്നെ ബാധിച്ചിട്ടുണ്ടോ? കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ടൈമിൽ നമ്മളെടുത്ത അതേ പൂവിന്റെ അളവ് അതിനായിട്ട് അളവ് ഞങ്ങൾ കുറച്ചാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ഓണത്തെക്കാട്ടും അളവ് കുറച്ചാണ്, വില കുറച്ചാണ്. നമ്മൾ അതൊക്കെ നമുക്ക് ഈ നഷ്ടം വരാതിരിക്കാനായിട്ട് നമുക്ക് അങ്ങ് കുറച്ചിരിക്കും. ഇപ്പോൾ വിലയും കച്ചവടവും കുറവാണെങ്കിലും അടുത്ത 2 ദിവസം കച്ചവടം പൊടിപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട്ട് നടക്കുന്ന ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് തിരക്കേറുന്നു. ഈ മാസം 14 വരെയാണ് ഫെസ്റ്റ്. മണർകാട് ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് തിരക്കേറുന്നു. ഈ മാസം 14 വരെ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആത്മ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മണർകാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് നടത്തുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള കർഷക ചന്തയിലാണ് തിരക്ക്. വെണ്ടയ്ക്ക, വഴുതന, തേങ്ങ, വെള്ളരിക്ക തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും ഉപ്പേരി, ശർക്കര വരട്ടി, ശുദ്ധമായ തേൻ, തുണിത്തരങ്ങൾ, കുടംപുളി സിറപ്പ്, ഖാദി വസ്ത്രങ്ങൾ, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അച്ചാർപ്പൊടി എന്നിവയെല്ലാം മേളയിലുണ്ട്. പുഷ്പഫല പ്രദർശന വിപണന മേളയും ആകർഷണീയമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണക്കാലം കോട്ടയത്തിന്റെ നാട്ടുംപുറങ്ങളിൽ പകിടകളിയുടെ കാലമാണ്. അന്യം നിന്നുപോകുന്ന നമ്മുടെ പാരമ്പര്യ വിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് മാങ്ങാനം പുതുപ്പള്ളി നിവാസികൾ. പകിട 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 12. ഓണത്തിന്റെ വരവറിയിച്ച് പകിടകളിയുടെ ആവേശത്തിലാണ് കോട്ടയം ജില്ലയിലെ മാങ്ങാനം, കുറിച്ചി, പുതുപ്പള്ളി, നീലംപേരൂർ ഗ്രാമങ്ങൾ. അന്യം നിന്നു പോകുന്ന പാരമ്പര്യ വിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഗ്രാമങ്ങൾ. കൈക്കുള്ളിൽ കൂട്ടിയിടിക്കുന്ന പകിട നിലത്തുരുട്ടി പകിട പകിട 12 എന്ന് ഉച്ചത്തിൽ വിളിച്ചാണ് പകിട കളിക്കുന്നത്. സെന്റിമീറ്റർ നീളത്തിൽ 4 മുഖങ്ങളോടെ ഓടുകൊണ്ട് നിർമ്മിക്കുന്നതാണ് പകിട. അറ്റമുരുണ്ട് ദീർഘചതുരാകൃതിയിലുള്ള ഉപകരണമാണ് പകിട. ഓരോ വശത്തും 1, 3, 4, 6 എന്നീ കുത്തുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കളത്തിൽ വീഴുന്ന പകിടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരഫലം നിശ്ചയിക്കും. ഗ്രാമങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ എത്തുന്നതും കളിയുടെ ആവേശം വർദ്ധിപ്പിക്കുമെന്ന് കളിക്കാർ പറയുന്നു. മത്സരം നടക്കാൻ മാങ്ങാനം പൗരസമിതിയും ഇവിടുത്തെ പകിടകളി പ്രേമികളും കൂടി നടത്താൻ
തുടങ്ങിയിട്ട് 3-ാമത്തെ വർഷമാണ് നടക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ വർഷങ്ങൾ മുന്നേ പണ്ട് കാലം മുതലേ ഞങ്ങളൊക്കെ എന്റെയൊക്കെ മുൻ തലമുറയിൽ ഇവരെയൊക്കെ കളിച്ചു വരുന്നത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ കളി ഇപ്പൊ തുടങ്ങിയേക്കുന്നത്. വർഷങ്ങളായിട്ട് ടൂർണമെന്റ് ഇല്ലെന്നുള്ളത് ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ പടകളി ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടെ പടകളി ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ നമ്മൾ 3-ാമത്തെ വർഷമാണ് നമ്മളിപ്പോ ടൂർണമെന്റ് ആയിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോരുന്നത്. ഇതൊരു ഓണക്കാലകളി തന്നെയല്ലേ? അതായത് ഓണത്തോടനുബന്ധിച്ചാണ് ആ ഒരു 1.5 മാസം 2 മാസം മാക്സിമം, അത്രേ ഉള്ളൂ. വർഷത്തിലൊരിക്കലെത്തുന്ന ഓണക്കാലവും പകിടകളിയും ആവേശമാണ് പകിടകളി പ്രേമികൾക്ക്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ശക്തിയിൽ ഒരു കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറ്റുമാനൂർ തവളക്കുഴിയിലാണ് കാർ അപകടം ഉണ്ടായത്. വൈക്കം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം തെറ്റി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയും ഇടിച്ച കാർ റോഡിൽ തലകീഴായി മറിയുകയുമായിരുന്നു. റോഡിന് മധ്യഭാഗത്തായി മറിഞ്ഞുകിടന്ന ബെലനോ കാർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉയർത്തി റോഡരികിലേക്ക് മാറ്റിവെച്ചു. ഈ കാറിനുള്ളിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി സെൻ കാർ ഇതേ നിരയിൽ ഉണ്ടായിരുന്ന മറ്റ് 2 കാറുകളിലും ചെന്നിടിച്ചു. അപകടത്തിൽ ബെലനോ കാറിന്റെ മുൻവശം തകർന്നുപോയി. മാരുതി സെൻ കാറിൽ ഉണ്ടായിരുന്ന യുവാവിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 3 കാറുകളും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണം പൊന്നോണം, പാലായിൽ ഓണം. പാലായിൽ ഓണത്തിന്റെ വരവറിയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും നേതൃത്വം നൽകിയ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു. പാലായ്ക്ക് പുത്തൻ അനുഭവം പകർന്ന ഓണം പൊന്നോണം, പാലായിലോണം. ഓണാഘോഷത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഘോഷയാത്ര നടത്തി. പാലാ കൊട്ടാരമറ്റത്ത് നിന്നും ചെണ്ടമേളം, പുലികളി, നാസിക് ഡോൾ, ശിങ്കാരിമേളം, പൂക്കാവടി എന്നിങ്ങനെ വർണ്ണാഭമായ പരിപാടികളും ഒപ്പം നടന്നു. സാംസ്കാരിക ഘോഷയാത്ര പാലാ ഡിവൈഎസ്പി PK സദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വ്യാപാരി സമൂഹത്തിന് പുറമെ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ സംഘടനകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. മാണി സി കാപ്പൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലായെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമാണ്. പുലികളി സാധാരണ തൃശ്ശൂർ ഭാഗത്തൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അത് പാലായിലേക്കും വന്നിരിക്കുകയാണ്. ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായ വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളി ഉണ്ടായാലും അവിടെ ഓണവും ഓണാഘോഷ പരിപാടികളും ഉണ്ടാകും. പാലാരിതം ഫലമായി ഇത്തരത്തിൽ സംഘം ഓർഗനൈസ് ചെയ്ത വ്യാപാരി സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. വക്കച്ചൻ മറ്റത്തിൽ ex-MP VC ജോസഫ്, ബൈജു കൊല്ലംപറമ്പിൽ, ആന്റണി കുറ്റിയാങ്കൽ, ജോൺ ദർശന, എബിസൺ ജോസ്, തോമസ് പീറ്റർ, അലക്സ് മനയാനി, ബേബിച്ചൻ പുരയിടം, അനൂപ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഘോഷയാത്രയിൽ സാംബ പൂഞ്ഞാർ 10,000 രൂപ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സമ്മാനം 7,500 രൂപ മരിയ സദനം പാലായും 3ാം സമ്മാനം 5,000 രൂപ JCI പാലായും കരസ്ഥമാക്കി. സാംസ്കാരിക സമ്മേളനം ലാലം പാലം ജംഗ്ഷനിൽ നടന്നു. വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിൽ ex-MP അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ ഷിജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. VC ജോസഫ്, MK തോമസുകുട്ടി, സന്തോഷ് മരിയ സദനം, പ്രൊഫസർ ടോമി ചെറിയാൻ, ആന്റണി കുറ്റിയാങ്കൽ, ജോൺ ദർശന, എബിസൺ, ജോഫ്രഡി ജോസ്, ബൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണം പൊന്നോണം പരിപാടിയിൽ സഹകരിച്ച വ്യാപാരികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു. കോട്ടയം കുറിച്ചിയിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറിച്ചി ചാമക്കുളം SNDPക്ക് സമീപമാണ് അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം എത്തിയതെന്ന് സംശയിക്കുന്ന ബുള്ളറ്റും റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. ചിങ്ങവനം പോലീസ് കേസെടുത്തു. അയർക്കുന്നം ഉറവയ്ക്കലിലെ 3 കടകളിൽ മോഷണം. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. ഉറവയ്ക്കലിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോർജ് പെയിന്റ് കട, സ്പാർട്സ് ഓട്ടോ പാർട്സ്, ഫർദീസ ജ്യൂസ് ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പെയിന്റ് കടയിൽ നിന്നും 2,500 രൂപ നഷ്ടമായിട്ടുണ്ട്. കടകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. അയർക്കുന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അറിയിപ്പ്
ഉത്രാട ദിവസമായ സെപ്റ്റംബർ 14 രാവിലെ 10:30 സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ വയസ്കര രാജ്ഭവൻ കോവിലകത്തെത്തി NK സൗമ്യാവതി തമ്പുരാട്ടിക്ക് ഉത്രാടക്കിഴി കൈമാറും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സന്നിഹിതനാവും. തിരുവാർപ്പ് ITIയിൽ പ്ലംബർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 20 മുമ്പായി അസൽ സർട്ടിഫിക്കറ്റ്, TC, അപേക്ഷാ ഫീസ് 100 രൂപ, അഡ്മിഷൻ ഫീസ് 950 രൂപ എന്നിവ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 9446119713. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണവിപണി സജീവമായി. പൂവിപണിയിൽ പൂക്കളുടെ വസന്തം. മണർകാട് ആത്മ ഫെസ്റ്റിൽ തിരക്കേറി. പാലായിൽ വർണ്ണശബള ഘോഷയാത്ര. തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായി കുമാരനെല്ലൂരിൽ നിന്നും തോണി പുറപ്പെട്ടു. ഉത്രാടം നാളിൽ കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിൽ പങ്കുചേരും. പാരമ്പര്യ വഴിയിൽ തോണിയാത്ര നടത്തിയത് മങ്ങാട്ടില്ലത്തെ ഇളം തലമുറ. ഓണസമ്മാനമായി കോട്ടയം മെഡിക്കൽ കോളേജ് ഭൂഗർഭപാത നാടിന് സമർപ്പിക്കും. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.